ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വംശീയവും മതപരവുമായ ചേരിതിരിവുകൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ അടുത്ത ദിവസം ന്യൂസിലാൻഡിലെ ഓക്ലൻഡിൽ നടന്ന ഒരു സംഭവം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. സിഖുകാരുടെ നഗർ കീർത്തന എന്ന മതപരമായ ഘോഷയാത്രയ്ക്കിടെ ഒരു വിഭാഗം തദ്ദേശീയർ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇത് ഇന്ത്യയല്ല, ന്യൂസിലാൻഡാണ്. ന്യൂസിലാൻഡ് ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ്. നമ്മുടെ ദൈവം യേശുക്രിസ്തുവാണ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് അവർ ഉയർത്തിയത്. നിങ്ങൾ അതിന്റെ വീഡിയോ ഒന്ന് കാണുക. ന്യൂസിലാൻഡിലെ ഓക്ലാൻഡിൽ ഡെസ്റ്റിനി ചർച്ച് എന്ന പെന്തക്കോസ്ത സഭയുമായി ബന്ധപ്പെട്ട ഒരു സംഘം നടത്തിയ പ്രതിഷേധമാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരിക്കുന്നത്. ഈ പ്രതിഷേധം കേവലം ഒരു പ്രാദേശിക തർക്കത്തിനപ്പുറം കുടിയേറ്റം, മതസ്വാതന്ത്ര്യം, ദേശീയത, ക്രിസ്തീയ സാക്ഷ്യം എന്നിവയെക്കുറിച്ചൊക്കെയുള്ള ഗൗരവതരമായ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ വസ്തുതകൾ എന്താണ്? യഥാർത്ഥ ക്രിസ്തീയ നിലപാട് എന്തായിരിക്കണം? നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് അവിടെ സംഭവിച്ചത്? സിഖ് മതവിശ്വാസികൾ തങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബിനെ ഒരു പല്ലക്കിൽ എഴുന്നള്ളിച്ച് കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് സമാധാനപരമായി നടത്തിയ ഒരു ഘോഷയാത്ര ന്യൂസിലാൻഡ് പോലീസിന്റെയും പ്രാദേശിക ഭരണകൂടത്തിന്റെയും മുൻകൂർ അനുമതിയോടെയാണ് ഈ പരേഡ് സംഘടിപ്പിക്കപ്പെട്ടത് എന്നതും ഓർക്കുക. ബ്രയാൻ തമാക്കി എന്ന് പറയുന്ന ഒരാൾ നയിക്കുന്ന ഡെസ്റ്റിനി ചർച്ചുമായി ബന്ധപ്പെട്ട ട്രൂ പാട്രിയോട്സ് ഓഫ് ന്യൂസിലാൻഡ് എന്ന സംഘടനയിലെ 50ഓളം പ്രവർത്തകർ ചേർന്ന് ഈ പരേഡ് തടയാൻ ശ്രമിച്ചു. അവർ റോഡിന് നടുവിൽ കൈകോർത്ത് പിടിച്ച് മനുഷ്യച്ചങ്ങല തീർക്കുകയും ന്യൂസിലാൻഡിലെ തദ്ദേശീയരായ മാവോറി ജനതയുടെ പരമ്പരാഗത നൃത്തരൂപമായ ഹക്ക ഹക്ക അവതരിപ്പിച്ച് സിഖ് വിശ്വാസികൾക്ക് നേരെ അതിഭയങ്കരമായ ആക്രോശം ഉയർത്തുകയും ചെയ്തു. സാധാരണഗതിയിൽ ആളുകളെ സ്വാഗതം ചെയ്യാനോ യുദ്ധത്തിന് വെല്ലുവിളിക്കുവാനോ അല്ലെങ്കിൽ ബഹുമാനം പ്രകടിപ്പിക്കുവാനോ ഒക്കെയാണ് ഈ ഹക്ക ഹക്ക ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ സിഖ് സമൂഹത്തെ ഭീഷണിപ്പെടുത്താനായി ഇവരിത് ഉപയോഗിച്ചു എന്ന് മാത്രമല്ല, യേശു എന്ന പേര് ഇതിനകത്ത് തിരികെ കയറ്റി മറ്റൊരു വിഭാഗത്തിൻ്റെ ആരാധനയെ തടസ്സപ്പെടുത്തിയത് ന്യൂസിലാൻഡിലെ പൊതുസമൂഹത്തിൽ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് തെറ്റായ ഒരു സന്ദേശം വ്യാപകമായി ഉണ്ടാകുവാൻ, എതിർപ്പുണ്ടാകുവാൻ മുഖാന്തരമാവുകയും ചെയ്തു. ന്യൂസിലാൻഡ് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണോ? മുദ്രാവാക്യം വിളിച്ചവർ അവകാശപ്പെട്ടതുപോലെ ന്യൂസിലാൻഡ് ഇന്ന് ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണോ എന്ന് ചോദിച്ചാൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അല്ല എന്നാണ് ഉത്തരം ലഭിക്കുന്നത്. ന്യൂസിലാൻഡ് ഒരു ക്രിസ്തീയ രാജ്യം അല്ലെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. 1991 ന്യൂസിലാൻഡ് ജനസംഖ്യയുടെ 70% ആളുകൾ ക്രൈസ്തവ വിശ്വാസികളായിരുന്നു. 2013 അത് 47.7%. എന്നാൽ 2023 എത്തിയപ്പോൾ 32.3% അത് താഴ്ന്നിരിക്കുകയാണ്. അതായത് ന്യൂസിലാൻഡ് ഇപ്പോൾ സാങ്കേതികമായി ഒരു പോസ്റ്റ് ക്രിസ്ത്യൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു മതേതര സമൂഹമാണ് എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാം. അതേസമയം ചരിത്രത്തിലാദ്യമായി ന്യൂസിലാൻഡിലെ ജനസംഖ്യയുടെ പകുതിയിലധികം പേരും 51.6% ആളുകൾ തങ്ങൾക്ക് ഒരു മതത്തിലും വിശ്വാസമില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കുടിയേറ്റം വർദ്ധിച്ചതോടെ ഹിന്ദു, സിഖ്, ഇസ്ലാം മതവിശ്വാസികളുടെ എണ്ണം അവിടെ ഗണ്യമായി വർദ്ധിച്ചുമുണ്ട്. ഏകദേശം 100,000-ലധികം സിഖുകാർ തന്നെ ഇപ്പോൾ അവിടെയുണ്ട്. ന്യൂസിലാൻഡിന് ഔദ്യോഗികമായ ഒരു മതവും ഇല്ല എന്നുള്ളതാണ് ഭരണഘടന പറയുന്നത്. ഏത് വ്യക്തിക്കും തങ്ങളുടെ ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും അത് ആചരിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട്. അതിനാൽ ഇതൊരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ് എന്ന വാദം നിയമപരമായി നിലനിൽക്കുന്നതുമല്ല. യാഥാർത്ഥ്യം ഇതായിരിക്കെ സഭകൾ ശൂന്യമായി കൊണ്ടിരിക്കുകയും വിശ്വാസത്യാഗം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്ത് നിന്ന് ഇതൊരു ക്രിസ്ത്യൻ രാജ്യമാണ് എന്ന് മുദ്രാവാക്യം വിളിച്ച് അലറി വിളിക്കുമ്പോൾ ഇതൊരു വെറും രാഷ്ട്രീയമായ, വംശീയമായ ഒരു വികാര പ്രകടനം മാത്രമായി മാറും. അത് യഥാർത്ഥ ആത്മീയതയല്ല.
ഇനി കുടിയേറ്റക്കാരുടെ കാര്യം കൂടെ ഒന്ന് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നവരാണ് പഞ്ചാബികളും മലയാളികളുമൊക്കെ. നമ്മൾ ഇന്ത്യക്കാർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഓരോ രാജ്യത്തിനും അതിൻ്റേതായ സംസ്കാരവും നിയമങ്ങളുമുണ്ട്. ഇന്ത്യയിലെ പോലെ റോഡുകൾ മണിക്കൂറുകളോളം ഉപരോധിച്ചുള്ള ഘോഷയാത്രകൾ വിദേശ രാജ്യങ്ങളിൽ പലപ്പോഴും തദ്ദേശീയരെ പ്രകോപിപ്പിക്കാറുണ്ട്. സമീപകാലത്ത് ഇത് വ്യാപകമായി ഉണ്ടായിരിക്കുന്നു. ഇന്ത്യക്കാർക്കെതിരെ വളരെ മോശമായ പ്രതികരണങ്ങൾ ഉണ്ടാകുവാൻ ഇത് കാരണമായിട്ടുമുണ്ട്. നമ്മുടെ വിശ്വാസം പ്രകടിപ്പിക്കാൻ നമുക്ക് അവകാശമുണ്ടെങ്കിലും നിയമം അത് അനുവദിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ സ്വൈര ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അതാകുമ്പോൾ തദ്ദേശീയരുടെ വികാരങ്ങളെ മാനിക്കാനും അവിടുത്തെ നിയമങ്ങൾ പാലിക്കാനും കുടിയേറ്റക്കാർ ബാധ്യസ്ഥരാണെന്ന കാര്യം മറന്നു പോകരുത്. അനാവശ്യമായ പ്രകോപനങ്ങൾ ഉണ്ടാക്കി സമാധാനപരമായി ജീവിക്കുന്ന ഒരു രാജ്യത്തെ അതിൻ്റെ സ്വസ്ഥതയെല്ലാം നഷ്ടപ്പെടുത്തുന്നത്, അതിൽ നിന്ന് ഇന്ത്യക്കാർ, എല്ലാ വിഭാഗം ഇന്ത്യക്കാരും പിന്മാറേണ്ടത് അത്യാവശ്യമാണ്. ഇനി ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ മറ്റൊരു വൈരുദ്ധ്യം കൂടെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ന്യൂസിലാൻഡിലെ ഈ സംഭവങ്ങൾക്കിടയിൽ വളരെ കൗതുകകരമായ എന്നാൽ ആത്മീയമായി ചിന്തിക്കേണ്ട ഒരു വൈരുദ്ധ്യം കൂടെയുണ്ട്. ന്യൂസിലാൻഡിൽ ക്രിസ്തുമതം ക്ഷയിച്ചു വരികയാണ്. അതേസമയം അവിടെ ക്രിസ്ത്യാനികൾ പ്രൊട്ടസ്റ്റ് ചെയ്ത ഈ സിഖ് മതമുണ്ടല്ലോ, ഇന്ത്യയിലെ പഞ്ചാബിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. 2011 സെൻസസ് പ്രകാരം പഞ്ചാബിലെ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ 1.26% മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കണക്കുകൾ ഔദ്യോഗികമല്ല, അനൗദ്യോഗിക കണക്കുകൾ പ്രകാരം 15% മുതൽ 20% വരെ ആളുകൾ ക്രിസ്ത്യാനികളാണ്. ഇതെങ്ങനെ സംഭവിച്ചു? നവ പെന്തക്കോസ്ത് സഭകളുടെ പ്രവർത്തനങ്ങളിലൂടെ സിഖുകാർ കൂട്ടം കൂട്ടമായി യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു. ഗ്രാമങ്ങൾ തോറും പെന്തക്കോസ്ത് സഭകൾ ഉണ്ടാകുന്നു, വളർച്ച പ്രാപിക്കുന്നു. അത് സംബന്ധിച്ച് പല റിപ്പോർട്ടുകൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. വിദേശ രാജ്യങ്ങളിൽ ക്രിസ്ത്യാനിത്വം ഒരു സംസ്കാരമായി മാത്രം നിൽക്കുകയും അത് ക്ഷയിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിനെ അറിയാത്ത ജനങ്ങളിൽ അവിടുത്തെ വചനം ശക്തമായി വ്യാപിക്കുന്നു. ന്യൂസിലാൻഡിൽ മുദ്രാവാക്യം വിളിക്കുന്നവർ തിരിച്ചറിയാത്ത ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിനെ മുദ്രാവാക്യങ്ങളിലൂടെയല്ല, മറിച്ച് ഹൃദയമാറ്റത്തിലൂടെയാണ് ലോകം സ്വീകരിക്കേണ്ടത്. എന്താണ് യഥാർത്ഥ ക്രിസ്തീയ സാക്ഷ്യം? ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ആക്രോശിക്കുന്നതാണോ, മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതാണോ ക്രിസ്തീയ സാക്ഷ്യം? അന്യമതസ്ഥരോടും അവരുടെ വിശ്വാസങ്ങളോടും അസഹിഷ്ണുത കാണിക്കുന്നത് ക്രിസ്തു പഠിപ്പിച്ച മാതൃകയല്ല. യേശു പഠിപ്പിച്ചത് ശത്രുവിനെ പോലും സ്നേഹിക്കുവാനാണ്. ന്യൂസിലാൻഡിലെ ആ പ്രതിഷേധക്കാർ ഉയർത്തിയ ബാനറുകൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെയല്ല, മറിച്ച് വംശീയമായ ഭയത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരെ വെറുക്കുകയല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാക്ഷികളായി ജീവിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം കണ്ടാണ് മറ്റുള്ളവർ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടേണ്ടത്, നമ്മുടെ ബഹളം കണ്ടിട്ടല്ല. ന്യൂസിലാൻഡിലെ മനുവേരയിൽ നടന്ന സംഭവം ആഗോളതലത്തിൽ നടക്കുന്ന മതപരവും വംശീയവുമായ സംഘർഷങ്ങളുടെ ഒരു പുതിയ പതിപ്പാണ്, ഒരു നേർക്കാഴ്ചയാണ്. ക്രിസ്ത്യൻ രാഷ്ട്രം എന്ന സങ്കുചിതമായ വാദമുയർത്തി നിയമപരമായി അനുമതിയുള്ള ഒരു ഘോഷയാത്രയെ തടസ്സപ്പെടുത്തിയത് വഴി ഡെസ്റ്റിനി ചർച്ച ചെയ്തത് സുവിശേഷത്തിന് മുറിവേൽപ്പിക്കുകയാണ്. ഗുരുതരമായ തെറ്റാണത്. ഓർക്കുക, വിശ്വാസം എന്നത് ഒരു രാഷ്ട്രീയ ലേബലല്ല, അതൊരു ജീവിതചര്യയാണ്. സഭകൾ ശൂന്യമാകുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ലോകത്തിൻ്റെ ഏത് കോണിലായാലും ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാൻ നമ്മുടെ പ്രവൃത്തികളിലൂടെ സാധിക്കണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.